ഓൾ യു നീഡ് ടു നോ അബൌട്ട് ബ്ലൂം സിൻഡ്രോം ആർട്ടിക്കിൾ എടുത്തിരിക്കുന്നത് ദ ഹിന്ദുവിൽ നിന്നാണ്. ഈ അടുത്ത സമയത്ത് ചെന്നൈയിൽ 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഈ ഒരു ബ്ലൂം സിൻഡ്രോം എന്ന് പറയുന്ന ഈ കണ്ടീഷൻ ബാധിക്കുകയും അതിനെ തുടർന്ന് ആ കുട്ടി ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷന് വിധേയമാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഈ ബ്ലൂം സിൻഡ്രോം? വരൂ നമുക്ക് കൂടുതലായി ചർച്ച ചെയ്യാം. എല്ലാവർക്കും ശങ്കർ IAS അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് ബ്ലൂം സിൻഡ്രോം? ബ്ലൂം സിൻഡ്രോം എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഇതിന് കാരണമാകുന്നത് BLM ജീനിൽ ഉണ്ടാകുന്ന ഒരു മ്യൂട്ടേഷൻ ആണ്. ഈ BLM ജീൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ 16ാമത്തെ ക്രോമസോമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ BLM ജീൻ എന്ന് പറയുന്നത് DNA റിപ്പയറിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു മ്യൂട്ടേഷൻ കാരണം ഈ DNA റിപ്പയറിംഗ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് നടക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം DNA റിപ്പയറിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അതിജീവനത്തിന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു DNA റിപ്പയറിംഗ് പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനുള്ള ആളുകളിൽ വളർച്ച കുറയാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൂടാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവരുടെ സ്കിന്ന് സൺലൈറ്റിന് വളരെ സെൻസിറ്റീവ് ആകുന്നു. ഒപ്പം തന്നെ അർബുദം വരാനുള്ള സാധ്യതയും ഈ ഒരു ബ്ലൂം സിൻഡ്രോം ഉള്ള വ്യക്തികളിൽ വളരെ കൂടുതലാണ്. ഇനി ഇതിന്റെ റെയറിറ്റിയിലേക്ക്, അപ്പോൾ ഇതൊരു ഓട്ടോസോമൽ റിസസീവ് ജനറ്റിക് ഡിസോർഡർ ആണ്. എന്താണ് ഈ ഓട്ടോസോമൽ റിസസീവ് ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത സ്ലൈഡിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓട്ടോസോമൽ റിസസീവ് ജനറ്റിക് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ലോകമെമ്പാടും ഏതാണ്ട് 300ഓളം കേസുകൾ മാത്രമേ ഈ ഒരു ബ്ലൂം സിൻഡ്രോം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ. 2023 ബ്ലൂം സിൻഡ്രോം രജിസ്ട്രി പ്രകാരം 2023 വരെ ഏതാണ്ട് 294 കേസുകൾ മാത്രമേ ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഈ വളരെ അടുത്ത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസ് എന്ന് പറയുന്നത് ചെന്നൈയിൽ നിന്നാണ്. അപ്പോൾ ഇതിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഓട്ടോസോമൽ റിസസീവ് ജനറ്റിക് ഡിസോർഡർ ആണ്. അതുകൊണ്ട് തന്നെ പേരൻസിന് 2 പേർക്കും, അതായത് അച്ഛനും അമ്മയ്ക്കും ഈ ഒരു ഫോൾട്ടി ജീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കുട്ടിയിലേക്ക് ഇൻഹെറിറ്റ് ആവുകയുള്ളൂ. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഈ ഒരു ഫോൾട്ടി ജീൻ ഉണ്ട്, എന്നാൽ അമ്മയ്ക്ക് ഈ ഒരു ഫോൾട്ടി ജീൻ ഇല്ല, ഇല്ലെങ്കിൽ അമ്മയ്ക്കുണ്ട് എന്നാൽ അച്ഛനില്ല. ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ കുട്ടിയിലേക്ക് ഈ ഒരു കണ്ടീഷൻ ഇൻഹെറിറ്റ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ചില പർട്ടിക്കുലർ പോപ്പുലേഷൻ ഗ്രൂപ്പുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ അഷ്കനാസി ജൂയിഷ് പോപ്പുലേഷൻ. അഷ്കനാസി ജൂയിഷ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇവർ ആദ്യമായി ഇവരുടെ ഒരു ആൻസെസ്ട്രി നമ്മൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ ഇവരെ നമുക്ക് യൂറോപ്പിലെ റെയിൻലാൻഡ് എന്ന് പറയുന്ന മേഖലയിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടുന്ന് പിന്നീട് ശേഷം ഇവർ വെസ്റ്റേൺ വേൾഡിലേക്കും ഈസ്റ്റേൺ വേൾഡിലേക്കൊക്കെ പിന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അഷ്കനാസി ജൂയിഷ് പോപ്പുലേഷൻ. ഇപ്പോൾ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഇപ്പോൾ നിലവിലുള്ളത് അമേരിക്കയിലും അതുപോലെ തന്നെ ഇസ്രായേലും. അപ്പോൾ എൻഡോഗാമിക് മാരേജ് പ്രാക്ടീസ് കാരണം ഈ ഒരു ഇത്തരം ജനറ്റിക് ഡിസോർഡർ, ബ്ലൂം സിൻഡ്രോം ഉൾപ്പെടെയുള്ള പല ജനറ്റിക് ഡിസോർഡറും ഈ ഒരു അഷ്കനാസി ജൂയിഷ് പോപ്പുലേഷനിൽ കണ്ടുവരുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഇനിയും ഇതിന്റെ സിംറ്റംസും സൈനിലേക്ക് എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ, ഒരാൾക്ക് ബ്ലൂം സിൻഡ്രോം ഉണ്ടെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങൾ? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ആവറേജ് ഹൈറ്റ്, വളർച്ച കുറവ്, അതുപോലെ തന്നെ തലയുടെ വലുപ്പം ശരീരമായി ആപേക്ഷികമായി നോക്കുമ്പോൾ അത് വളരെ ചെറുതായിരിക്കും. ഒപ്പം തന്നെ അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിലും ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നാരോ ഫേസ്, പ്രോമിനന്റ് ഇയേഴ്സ് ഓർ നോസ്, അതുപോലെ തന്നെ കൈകാലുകൾ ശരീരത്തിന്റെ അളവുമായി വെച്ച് നോക്കുമ്പോൾ വളരെ വലുതാകാനും, ഒപ്പം തന്നെ ഹൈ പിച്ച്ഡ് വോയിസ് ഇത്തരം ആളുകൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം തന്നെ സ്കിന്നിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു അവരുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, എസ്പെഷ്യലി ടു സൺലൈറ്റ്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ കൂടുതലായി റാഷസ് ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഈ ഒരു കണ്ടീഷനുള്ള ആളുകൾക്കുണ്ട്. അടുത്തതായി പറയുകയാണെങ്കിൽ ഇവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, അവരുടെ രോഗപ്രതിരോധ ശേഷിയിലേക്ക് വരികയാണെങ്കിൽ അത് വളരെ പരിമിതമായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതലും ഇത്തരം ആളുകളിൽ ലങ്സ് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഇയർ ഇൻഫെക്ഷൻ ഒക്കെ തന്നെ കണ്ടുവരുന്നുണ്ട്. ഇനി എൻഡോക്രൈൻ ഇഷ്യൂസിലേക്ക് വരികയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഡയബറ്റീസും ഹൈപ്പർതൈറോയിഡിസം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇത്തരം ബ്ലൂം സിൻഡ്രോം ഉള്ള വ്യക്തികളിൽ കൂടുതലാണ്. അതുപോലെ തന്നെ ഫെർട്ടിലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ മെയിൽ സ്റ്റെറിലിറ്റി, അതുപോലെ തന്നെ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ഒക്കെ തന്നെ ഈ ബ്ലൂം സിൻഡ്രോം ഉള്ള ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ഇനിയും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലേക്ക് വരികയാണെങ്കിൽ നോർമൽ ഇന്റലിജൻസ് തന്നെ ഈ ബ്ലൂം സിൻഡ്രോം ഉള്ള വ്യക്തികൾക്ക് ഉണ്ടാകും, പക്ഷേ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ചില പ്രശ്നങ്ങൾ ഇവർക്ക് നേരിടാനുള്ള സാധ്യതകളുണ്ട്. ഇനിയും ക്യാൻസർ റിസ്കിലേക്ക് വരികയാണെങ്കിൽ ഞാൻ തുടക്കം തന്നെ പറഞ്ഞു ക്യാൻസർ റിസ്ക് വളരെ കൂടുതലാണ് ഈ ബ്ലൂം സിൻഡ്രോം ഉള്ള വ്യക്തികളിൽ. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 40 വയസ്സോളം എത്തുമ്പോൾ ഈ ബ്ലൂം സിൻഡ്രോം ഉള്ള വ്യക്തികളിൽ ഏതാണ്ട് 80% ബ്ലൂം സിൻഡ്രോം ഉള്ള ആളുകൾ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാൻ, ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ബ്ലൂം സിൻഡ്രോം ഉള്ള വ്യക്തികളിൽ ഏതാണ്ട് 80% ആളുകൾ 40 വയസ്സെത്തുമ്പോഴേക്കും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജനറൽ പോപ്പുലേഷനുമായി
റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് 150 മുതൽ 300 ടൈംസ് ക്യാൻസർ വരാനുള്ള സാധ്യത ഈ ബ്ലൂം സിൻഡ്രോം ഉള്ള വ്യക്തികളിലുണ്ട്. അതുപോലെ തന്നെ കോമണായി ബ്ലൂം സിൻഡ്രോം ഉള്ള വ്യക്തികൾ നേരിടുന്ന ക്യാൻസറിന്റെ പല ഫോംസ് എന്ന് പറയുന്നത് ലുക്കീമിയ, ലിംഫോമ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ ക്യാൻസേഴ്സ് ആൻഡ് ഓൾ. സോ ഇതൊക്കെയാണ് അവർക്ക്, ഒപ്പം തന്നെ സ്കിൻ ക്യാൻസർ, ഇതൊക്കെയാണ് കൂടുതലും ഇത്തരം ബ്ലൂം സിൻഡ്രോം ഉള്ള ആളുകളിൽ കണ്ടുവരുന്ന ക്യാൻസറിന്റെ പല വകഭേദങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ പൂർണ്ണമായി ഈ ഒരു കണ്ടീഷൻ ഭേദപ്പെടുത്താനുള്ള നിലവിലത്തെ സാങ്കേതിക വിദ്യയൊന്നും നമുക്കില്ല. എന്നാൽ ഈ ഒരു കണ്ടീഷനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ആദ്യമേ തന്നെ ഡയഗ്നോസിക്സ് ആണ്, രോഗം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. അതിന് നമ്മൾ സൈറ്റോജെനറ്റിക് അനാലിസിസ് ആണ്, എന്ന് പറഞ്ഞാൽ ക്രോമസോമുകൾ പഠിക്കുന്നതിലൂടെ ഈ ഒരു ഫോൾട്ടി ജീൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന് പൂർണ്ണമായും ഈ ഒരു കണ്ടീഷനെ നമുക്ക് ഭേദപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഈ ലക്ഷണങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അത് കുട്ടികളുടെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക, അവർക്ക് ധാരാളം വെള്ളം കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇൻഫെക്ഷൻ റേറ്റ് ഇത്തരം ബ്ലൂം സിൻഡ്രോം ഉള്ള ആളുകളിൽ അധികമായതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്സ് കൂടുതൽ കൊടുക്കാറുണ്ട്. ഒപ്പം തന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റ് കെയർ മോണിറ്ററിംഗ് ഒക്കെ തന്നെ ഇത്തരം വ്യക്തികൾക്ക് കൊടുക്കാറുണ്ട്, ബിക്കോസ് അവരുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട്. ഒപ്പം തന്നെ ഇമ്മ്യൂൺ തെറാപ്പിയും ഇവർക്ക് കൊടുക്കാറുണ്ട്, കാരണം അവർക്ക് വീക്ക് ഇമ്മ്യൂണിറ്റി ആണുള്ളത്. ഒപ്പം തന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്യാൻസർ സ്ക്രീനിങ്, ഡയബറ്റിസ് സ്ക്രീനിങ് ആൻഡ് തൈറോയ്ഡ് സ്ക്രീനിങ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒപ്പം ഇനിയും കണ്ടീഷൻ വളരെ സിവിയർ ആണെങ്കിൽ, ഇനിയും കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഇവർ നേരിടുകയാണെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ സജസ്റ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബ്ലൂം സിൻഡ്രോം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നിലവിലത്തെ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് ബ്ലൂം സിൻഡ്രോം എന്നും അതിൻ്റെ മേജറായിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്നും അതിൻ്റെ സിംറ്റംസ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജിങ് മെത്തേഡ്സ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.